സർ കെ സുധാകരനും ജി സുധാകരനും വാർത്തകളിൽ നിറഞ്ഞു നിന്ന രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളാണ്. ഏറ്റവും ഒടുവിൽ കെ സുധാകരനെ എങ്ങനെ കോൺഗ്രസ് അനുനയിപ്പിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏത് ഭീഷണിക്ക് വഴങ്ങി എന്ന് ചോദിച്ചാൽ മുസ്ലിം വോട്ടുകളാണ് ആ ഭീഷണി എന്നത് വളരെ വളരെ വ്യക്തമാണ്. ഇത്തരത്തിൽ ജിഹാദി എക്കോസിസ്റ്റത്തിന് മുന്നിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മുട്ടുകുത്തുമ്പോൾ ഇനി അവർക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, വരാൻ പോകുന്ന കാലങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നത് മാത്രമാണ് എന്റെ ചോദ്യം. ഇത് കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു ലൈവ് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട്. ആസാം, ഹേമന്ത ബിശ്വ ശർമ്മ. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ജിഹാദികൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും പിടിച്ചടക്കുമെന്നും ഇന്ത്യ അലയൻസിനെ മൊത്തം ജിഹാദികൾ പിടിച്ചടക്കുമെന്നും മുൻകൂട്ടി കണ്ട നേതാവാണ് കോൺഗ്രസ്സുകാരനായിരുന്ന ഹേമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹമാണ് BJP-യിൽ ചേർന്ന് ആസാമിലെ മുഖ്യമന്ത്രി, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായിട്ട് വിരാജിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രബുദ്ധർ എന്ന് പറയുന്ന കേരളത്തിലെ ഹിന്ദു നേതാക്കന്മാർക്ക്, കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റിലെയും ഹിന്ദു നേതാക്കന്മാർക്ക് ഇത് മുന്നിൽ കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുത്തിട്ട് അവന്മാർക്ക് മനസ്സിലായില്ല. ഇപ്പൊ സ്വയം അനുഭവിച്ചു തീർക്കുകയാണ്. ആലപ്പുഴയിൽ ജിഹാദികളെ വളർത്തിയ ഏറ്റവും വലിയ നേതാവാണ് ജി സുധാകരൻ. തേനും പാലും പഴവും ഒക്കെ കൊടുത്ത് ആലപ്പുഴ ജിഹാദികളെ വളർത്തി. ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആലപ്പുഴയിലെ ജിഹാദികൾ ആംബിഫിയൻ കേപ്പബിലിറ്റീസ് ഉണ്ടാക്കി. അതായത് വെള്ളത്തിലും കരയിലും ഒരേപോലെ ആക്രമിക്കാൻ ശേഷിയുള്ള ജിഹാദികളാണ് ആലപ്പുഴയിലെ ജിഹാദികൾ. അത് കുറെ റെയ്ഡുകളും അറസ്റ്റുകളും കുറച്ചു പേർക്ക് വധശിക്ഷയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ടും സുധാകരന് മനസ്സിലായില്ല. അദ്ദേഹം ഹിന്ദുക്കളെ ആക്ഷേപിച്ചും തന്ത്രിമാരെ ആക്ഷേപിച്ചും പൂജാരികളെ ആക്ഷേപിച്ചും അയ്യപ്പനെ ആക്ഷേപിച്ചും ഒക്കെ ജീവിതം കഴിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിഹാദികള് സുധാകരനെ എടുത്ത് തോട്ടിലിട്ടു. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുധാകരൻ മോങ്ങിക്കൊണ്ട് നടക്കുകയാണ് അനാഥനായിട്ട്. ഇപ്പൊ ചെന്ന് കയറിയിരിക്കുന്നത് എവിടെയാ? ജിഹാദികളുടെ ആസ്ഥാനമായ കോൺഗ്രസിൽ അഭയാർത്ഥിയായിട്ട് ചെന്ന് കയറിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാജാവായിട്ട് ജീവിച്ച സുധാകരൻ ജിഹാദികളാൽ പുറന്തള്ളപ്പെട്ട് ജിഹാദികളുടെ ആസ്ഥാനമായ കോൺഗ്രസിലും UDF-ലും അഭയാർത്ഥിയായിട്ട് കേന്ദ്രീകരിക്കുകയാണ്. അതോടുകൂടി ആലപ്പുഴ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇടതാണെങ്കിലും വലതാണെങ്കിലും ജിഹാദികളുടെ പിടിയിലായി. PFI-ക്കാരെയൊക്കെ അവിടെ നിരോധിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ അവർ പറയുന്നിടത്താണ് ഇടതിന്റെ സ്ഥാനാർത്ഥിയും വലതിന്റെ സ്ഥാനാർത്ഥിയും ജിഹാദിയുടെ നോമിനിയാണെന്നുള്ള അവസ്ഥയിലാണ് ആലപ്പുഴ ജില്ലയുടെ അവസ്ഥ. അത് അവിടെ കിടക്കുന്നു. അത് കിടക്കുമ്പോഴാണ് കണ്ണൂരിലെ സംഭവങ്ങൾ വരുന്നത്. കണ്ണൂർ ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കിയാൽ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ UDF-ഉം LDF-ഉം പബ്ലിഷ് ചെയ്യാണ്. UDF-ന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും പാണക്കാട്ട് നിന്ന് അപ്രൂവൽ കിട്ടിയിരുന്ന സ്ഥാനാർത്ഥികളാണ്. 140 സ്ഥാനാർത്ഥികൾ. അല്ലാത്തവർക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ല. ജോസഫ് വാഴക്കിനില്ല, എൽദോസിനില്ല. അങ്ങനെ അനേകം ആൾക്കാർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ചില പുതുമുഖങ്ങൾക്കൊക്കെ പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നുമുണ്ട്. വഖഫിന് വേണ്ടി വായിട്ടലച്ച് എല്ലാവർക്കും വഖഫ് കൊണ്ടുവരാൻ വേണ്ടി, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സ്വത്ത് തട്ടിയെടുക്കാൻ വഖഫ് കൊണ്ടുവരാൻ വേണ്ടി വായിട്ടലച്ച മുഴുവൻ പേർക്കും UDF സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. വഖഫിന് വേണ്ടി വായിട്ടലച്ച എല്ലാവർക്കും LDF-ലും സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടുണ്ട്. LDF-ലെ സ്ഥാനാർത്ഥി നിർണയം, മാർക്സിസ്റ്റ് പാർട്ടിയിലെയും LDF-ലെയും സ്ഥാനാർത്ഥി നിർണയം മരുമോഹൻ ജിഹാദിയാണ് നടത്തിയത്. അതുകൊണ്ട് 140 വഖഫ് കാൻഡിഡേറ്റുകൾ UDF-നും 140 വഖഫ് കാൻഡിഡേറ്റുകൾ LDF-നും ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൂർക്ക് കടക്കാം. കെ സുധാകരൻ ഒരു കാലത്ത് അദ്ദേഹം സിംഹമാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്. അദ്ദേഹം ശ്വാസം വലിക്കുന്നത് തന്നെ ഗർ എന്നാണ്. സുധാകരൻ ശ്വാസം വലിക്കുന്നതെന്നാണ് അവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം സുധാകരന്റെ ശബ്ദം മാറിപ്പോയി. മ്യാവ് 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 എന്നായി. അപ്പൊ ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? ഗർ എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്ന ഗർജിക്കുന്ന സിംഹമായ സുധാകരൻ വെറും ഒരു പൂച്ചയായി മാറി. മ്യാവ്. ഈ മാറ്റം ഈ രണ്ടു പേരെ, ഞാനിത് പറഞ്ഞു, ഈ രണ്ടുപേരെ ജി സുധാകരനെയും കെ സുധാകരനെയും അപമാനിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെ അവർ ഫീൽ ചെയ്യാൻ വേണ്ട. ഇത് ഇനി കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മിച്ചമുള്ള ഹിന്ദുക്കളായിട്ടുള്ള നേതാക്കന്മാരും അണികളും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളൊക്കെ ഗിറെന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം മ്യാവുമായി പോകും. ഇനി അതിലും താഴോട്ട് പോകും. ജിഹാദികളുടെ എണ്ണം കൂടുന്നതോടുകൂടി നിങ്ങൾക്ക് മ്യാവു പോലും പറയാൻ പറ്റത്തില്ല. പൈക്ക് 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 എന്ന് ഏറ് കൊണ്ട കില്ലപ്പട്ടി കരയുന്ന പോലെ LDF-ലും UDF-ലും ഉള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ ഏറ് കൊണ്ട കില്ലപ്പട്ടിയുടെ അവസ്ഥയാവും. ഇപ്പോഴും മനസ്സിലായി. ഇപ്പോഴും ചാണകത്തിൽ ചവിട്ടാതെ എന്നും പറഞ്ഞ് സെപ്റ്റിക് ടാങ്കിൽ കിടക്കുകയാണ്. ചാണകത്തിൽ ചവിട്ടരുതെന്നും പറഞ്ഞ്. ഞങ്ങൾ ആരും ചാണകത്തിലല്ല, ഞങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് ഇവിടെ നടക്കുകയാണ്. ഇവിടെയുള്ള BJP-യുടെ പ്രവർത്തകരും നേതാക്കന്മാരും സ്വതന്ത്രമായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് കിറന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നവൻ മ്യാവുമായി പോകുന്നത്. ഇനി ഈ മ്യാവുവിനോട് ഞങ്ങൾ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ കില്ലപ്പെട്ടിയാകല്ല, അതിന് മുമ്പിൽ അവിടുന്ന് രക്ഷപ്പെടുക. ഇവർക്കാർക്കും ബോധം തെളിയത്തില്ല. ഇവർക്ക് ഇതിലുള്ള UDF-ലുള്ള
ഹിന്ദു നേതാക്കന്മാർ ഭയന്നിരിക്കുകയാണ്. കാരണം പുറത്തോട്ട് പോകാൻ രക്ഷയില്ല, അകത്ത് നിന്നാൽ ഇവരുടെ വോട്ടില്ലാതെ ജയിക്കത്തില്ല, സ്ഥാനാർത്ഥിത്വം കിട്ടത്തില്ല. LDFിലുമാണ് ഇതേ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു സഹതാപവും ജി സുധാകരനോ കെ സുധാകരനോ ഒരു സഹതാപവും അർഹിക്കുന്നില്ല. കാരണം ഇവരുടെ നല്ല പ്രായത്തിൽ ഇവർക്ക് കഴിവുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയോ ഇന്ത്യക്ക് വേണ്ടിയോ എന്തേലും ചെയ്യാതെ ഇന്ത്യ വിരുദ്ധരുടെയും ഹിന്ദു വിരുദ്ധരുടെയും പാകിസ്ഥാൻ പിന്തുണക്കാരുടെയും പുറകെ പോയിട്ട് സ്വയം വലിച്ചു വെച്ച അനർത്ഥമാണ് ഇവർ രണ്ടുപേരും അനുഭവിക്കുന്നത്. ബാക്കിയുള്ള നേതാക്കന്മാർ ക്യൂവിലാണ്. ബാക്കിയുള്ള നേതാക്കന്മാർക്കും ഇതേ അനുഭവം തന്നെയാണ് വരാനുള്ളത്. മൂവാറ്റുപുഴ MLA ആയിരുന്നു ജോസഫ് വാഴക്കൻ. ജിഹാദികളെ പ്രീണിപ്പിച്ച് അവിടുന്ന് പുറത്തായി. കാഞ്ഞിരപ്പള്ളി വന്ന് തോറ്റു. ഇപ്പം സീറ്റില്ല. ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞു തിരിയുകയാണ്. ഇത് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ അവസ്ഥ. ഇത് എല്ലാ മുന്നണിയിലും LDFിലും UDFിലും ഉള്ള എല്ലാ മുന്നണിയിലെ ആൾക്കാർ അധികാരം കിട്ടുമ്പം ജിഹാദിയെ പ്രീണിപ്പിച്ചാൽ ജിഹാദി ഏതാണ്ട് കൂടുതൽ അങ്ങ് വലത്തി തരുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത്. അമ്മന്റെ ആൾക്കാർ നിന്ന് ജയിച്ചോളൂ എന്ന് ഇവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള പരിപാടി ജിഹാദിക്കായി. അവന് മലര് കുന്തിരിക്കുമായി. ഈ അവലുമലര് കുന്തിരിക്കം വിളിച്ചപ്പം ജിഹാദി അവലുമലര് കുന്തിരിക്കം വിളിച്ചപ്പം ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ സപ്പോർട്ട് ചെയ്യാത്തവരാണ് ഈ നേതാക്കന്മാരെല്ലാം. UDFിലും LDFിലും ഉള്ള നേതാക്കന്മാര് അവലുമലര് കുന്തിരിക്കം വിളിച്ച PFI ആണ് സപ്പോർട്ട് ഇരുന്നത്. ഇന്ന് ഈ ജിഹാദികൾ നേതാക്കന്മാർക്കെതിരെ അവലുമലര് കുന്തിരിക്കം പ്രയോഗിച്ചിരിക്കുകയാണ്. LDFിലെയും UDFിലെയും ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കന്മാർക്കെതിരെ ജിഹാദി എക്കോസിസ്റ്റം അവലുമലര് കുന്തിരിക്കം പ്രയോഗിച്ചിരിക്കുകയാണ്. കൂടെ നിൽക്കാൻ ആളില്ല. ജി സുധാകരൻ പാർട്ടി വിട്ടു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ പോലും ഇല്ല മുന്നണി വിട്ടു പോകാൻ. കെ സുധാകരൻ പാർട്ടി വിടുമെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ പോലും ഇല്ല. അതോടുകൂടി പത്തി മടക്കി. ജി സുധാകരൻ എന്താണ് പോരാടുന്നു എന്ന് പറയുന്നു. ഒരു പോരാട്ടവും ഇല്ല. കെ സുധാകരൻ പോരാടാതെ കീഴടങ്ങി. ബാക്കിയുള്ളവരെല്ലാം പോരാടാതെ കീഴടങ്ങി. അതുകൊണ്ട് LDFിലും UDFിലും ഉള്ള ക്രിസ്ത്യൻ ഹിന്ദു നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പം, നിങ്ങൾക്ക് പിന്തുണക്കാരുള്ളപ്പം, നിങ്ങൾക്ക് അനുയായികളുള്ളപ്പം നിങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക, ഭാരതമാതാവിന്റെ കൂടെ നിൽക്കുക, ഇന്ത്യയുടെ കൂടെ നിൽക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുക, ദേശീയവാദികളുടെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാണ്ടാകുമ്പം യൂസ് ആൻഡ് ത്രോ നിങ്ങളെ ഈ ജിഹാദികൾ എടുത്ത് അറബിക്കടലിൽ ഇടും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവല് മലര് കുന്തിരിക്കുമായി പോകും. ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒത്തിരി പേർ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. കോൺഗ്രസിന് ഒത്തിരി ക്രിസ്ത്യൻ സ്പോക്സ് പേഴ്സൺസിനെ ഇറക്കി. ജിഹാദി ജിൻഡോ, ജിഹാദി അബിൻ, ജിഹാദി റോണി, ജിഹാദി സോയ, അങ്ങനെ വഖഫിനെ ന്യായീകരിക്കാൻ വേണ്ടി ജിഹാദി വസന്ത്, കുറെ ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ നേതാക്കന്മാരെ ഇറക്കി. ഒത്തിരി ജിഹാദികളെ, വഖഫ് ജിഹാദികളെ ഇറക്കി. അപ്പൊ അവർക്കെല്ലാം സീറ്റ് ഉണ്ടെന്നാ പറയുന്നത്. ഇവർക്കും ഒരു 5-10 വർഷം കഴിയുമ്പോൾ ജിഹാദി ഇവരെയും പുറന്തള്ളും. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവർ രാജാവാകും, ഇപ്പൊ സീറ്റ് കിട്ടി നേതാവാകും, മുഖ്യമന്ത്രിയാവും, മന്ത്രിയാവും എന്നൊക്കെയാണ്. ഒന്നും സംഭവിക്കില്ല. കാരണം നിങ്ങൾ വഞ്ചകരാണെന്ന് ജിഹാദിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ സ്വന്തം സമുദായത്തെയും രാജ്യത്തെയും വഞ്ചിച്ചുകൊണ്ട് വഖഫിനെയും ജിഹാദിയെയും പാകിസ്ഥാനെയും പാകിസ്ഥാൻ സൈന്യത്തെയൊക്കെ പിന്തുണയ്ക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കന്മാർ, LDFിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കന്മാർ മഹാവഞ്ചകരാണെന്ന് ജിഹാദി ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ജിഹാദി പൊട്ടനൊന്നുമല്ല, അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ജിഹാദിയെ എതിർക്കുന്നവരെ അവർ എതിർക്കുന്നു. പക്ഷെ ജിഹാദിക്ക് കൃത്യം അറിയാം, സ്വത്വബോധത്തെ വഞ്ചിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനും ജിഹാദിക്കും ഇന്ത്യ അലയൻസിനും സിന്ദാബ വിളിച്ച് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്നവർ മഹാവഞ്ചകരാണെന്ന് ജിഹാദികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ശരിക്കും ഈ രണ്ട് സുധാകരന്മാരുടെയും അനുഭവം കേരളത്തിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നൽകുന്ന അനുഭവ പാഠം. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വഞ്ചിച്ചുകൊണ്ട് ജിഹാദിയുടെ കൂടെ കൂടി ഇച്ചിരി തുപ്പൽ ബിരിയാണിയൊക്കെ കഴിച്ച് എന്തെങ്കിലും പോസ്റ്റും വാങ്ങിച്ചാൽ അത് ശാശ്വതമല്ല. ജിഹാദി ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങളെ ഒഴിവാക്കും. ഫസ്റ്റ് ചാൻസിൽ തന്നെ ജി സുധാകരനെ ആലപ്പുഴയിൽ ജിഹാദി ഒഴിവാക്കി. ചാൻസിൽ തന്നെ കെ സുധാകരനെ ഇല്ലാണ്ടാക്കി. ബാക്കി അനേകം നേതാക്കന്മാർ ഇപ്പൊ നിങ്ങൾ ഈ മാർച്ച് 26 പത്രിക പിൻവലിക്കുന്ന ദിവസം കഴിയുമ്പം കണ്ടു, ദയനീയ അവസ്ഥയായിരിക്കും പല നേതാക്കന്മാരുടെയും. 10, 40, 50 വർഷം പ്രവർത്തിച്ചിട്ട് ഒരു മാന്യമായ റിട്ടയർമെന്റ് പോലും ഇല്ലാതെ മാന്യമായ അപമാനിതനായി ഏറുകൊണ്ട കില്ലപ്പെട്ടി മടങ്ങുന്ന പോലെ വീട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥയായിരിക്കും കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് സംഭവിക്കുക, ഇടതിലും വലതിലും ഉള്ളവർക്ക്. അത് അവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും നരേന്ദ്രമോദിയെ തെറി പറഞ്ഞും ഇറാന്റെ കൂടെ കൂടിയും ഇസ്രായേലിനെ തെറി പറഞ്ഞും ഒക്കെ അവർ ജീവിതം കഴിക്കുകയാണ്. ഹമാസിനെ കൂടെ കൂട്ടിയും. ഒരു ഹമാസും നിങ്ങളെ രക്ഷിക്കത്തില്ല. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കന്മാരോട് പറയുന്നു, ഇടത് വലത് മുന്നണി നേതാക്കന്മാരോട് പറയുന്നു, ഇന്ത്യ അലയൻസുകാരോട് പറയുന്നു, നിങ്ങൾക്ക് മാന്യമായ ഒരു റിട്ടയർമെന്റേലും കിട്ടണമെങ്കിൽ അത് ഭാരതമാതാവിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ദേശീയവാദികൾക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഈ സുധാകരന്മാരുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചായത് നല്ലതായി 2 പ്രാവശ്യം പറയാണ്ടിരിക്കാം. അപ്പൊ രണ്ടുപേരുടെയും ജീവിത കഥ പഠിക്കുക. ഇതുപോലെ അപമാനിതരായി പോകുന്നവരുടെ ജീവിത കഥകൾ പഠിക്കുക.
അത് നിങ്ങൾക്കൊരു ഗുണപാഠമാണ്. എങ്ങനെയാണ് നേതാക്കന്മാരുടെ ജീവിതത്തെയും നേതാക്കന്മാരുടെ കഴിവിനെയും ജിഹാദികൾ ഉപയോഗിച്ച് വളർന്നതിന് ശേഷം അവരെ തൊഴിച്ചു പുറത്താക്കുന്നതും അപമാനിക്കുന്നതും എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കുക. അവര് മലര് കുന്തിരിക്കുമെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്ക് മാത്രമല്ല, നേതാക്കന്മാർക്കും ബാധകമാണ്. അവല് മലര് കുന്തിരിക്കം പിടിച്ചപ്പോൾ നേതാക്കളൊക്കെ അങ്ങ് ആസ്വദിച്ചു, ഭയങ്കരമായിട്ടും അങ്ങ് ആസ്വദിച്ചു. ഇപ്പം അവല് മലര് കുന്തിരിക്കം നേതാക്കന്മാരുടെ നേരെ വന്നിരിക്കുകയാണ്. ലീഗ് അമ്പലനടയിൽ കെട്ടിത്തൂക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന് വിളിച്ചപ്പം എല്ലാവരും ആസ്വദിച്ചു, ആരും അതിനെ എതിർത്തില്ല. ഇപ്പൊ അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. നേതാക്കന്മാരെ ത്വാത്വികമായിട്ട് അമ്പലനടയിൽ കെട്ടിത്തൂക്കുകയും പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് കെട്ടിത്തൂക്കുകയും രാഷ്ട്രീയമായിട്ട് പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രതികരിക്കാൻ ആളില്ല, കൂടെ കൂടാൻ ആളില്ല, കൂടെ കരയാൻ പോലും ആളില്ല. അതാണ് അവസ്ഥ. അപ്പൊ ഇത് കർമ്മഫലമാണ്. സുധാകരന്മാർക്ക് കിട്ടിയത് കർമ്മഫലമാണ്. ബാക്കി എല്ലാ ക്രിസ്ത്യൻ ഹിന്ദു നേതാക്കന്മാർക്കും LDFിലും UDFിലും ഉള്ള എല്ലാ ക്രിസ്ത്യൻ ഹിന്ദു നേതാക്കന്മാരുടെയും കർമ്മഫലം ഇത് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇതിലും മോശമായിരിക്കും. ഏതായാലും സ്റ്റാൻലി സാർ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ, ജി സുധാകരൻ പോലെയുള്ള നേതാക്കളുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഭാവി എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമായിരിക്കാനാണ് സാധ്യത. ഈ രീതിയിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ചും വിഘടിപ്പിച്ചും ഏത് രീതിയിൽ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നു എന്നത് സുധാകരന്റെ ഒരൊറ്റ കാര്യത്തിൽ കൂടെ നമുക്ക് വളരെ വളരെ വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.